സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കേരളത്തിന് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടാവുന്ന ഏക പേരാണ് സഞ്ജു സാംസൺ. എന്നിട്ടും KCA സഞ്ജുവിന്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിന്റെ കരിയർ തകർക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് അടക്കം പറയുന്നത്. അപ്പോഴും വസ്തുത അങ്ങനെയാണെന്ന് നമുക്ക് പറയാനാകില്ല. സഞ്ജുവിനോട് KCA നേതൃത്വത്തിനുള്ള ഈഗോ പ്രശ്നമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സഞ്ജു സാംസണെ വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ അനുവദിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെത്താൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ KCAയുടെ അനാവശ്യ വാശിയാണ് സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങളെ തകർത്തിരിക്കുന്നത്. KCA സഞ്ജുവിനെ വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് തടയാനുള്ള കാരണം സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാത്തതാണെന്നാണ് KCA പറയുന്നത്. സെലക്ഷൻ ക്യാമ്പ് നടത്തി ടീമിൽ ഇടം നേടേണ്ട താരമല്ല സഞ്ജു എന്ന വസ്തുത KCAക്ക് നന്നായി അറിയാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന സഞ്ജു മികച്ച ഫിറ്റ്നസ് നിലവാരവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവസാന പരമ്പരകളിലൂടെ 3 T20 സെഞ്ചുറിയാണ് സഞ്ജു നേടിയത്. ഇത്രയും ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിനെ കളിപ്പിക്കാൻ സെലക്ഷൻ ക്യാമ്പിന്റെ ആവശ്യം എന്തെന്നത് വ്യക്തമല്ല. KCA ഭാരവാഹികളുടെ പിടിവാശിയാണ് ഇത്. KCA ഇതാദ്യമായല്ല സഞ്ജു സാംസണെ ഒതുക്കാൻ നോക്കുന്നത്. സഞ്ജു സാംസന്റെ കരിയറിന്റെ തുടക്ക സമയത്ത് പറയാതെ ടീം വിട്ടതിന് സഞ്ജുവിനെ KCA സസ്പെൻഡ് ചെയ്യുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. കേരള ടീമിന് ഇടവേളയുള്ള സമയത്ത് സഞ്ജു അനുവാദത്തോടെയാണ് യാത്ര പോയത്. എന്നാൽ ഇത് അനാവശ്യ വിവാദമാക്കി സഞ്ജുവിന്റെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുകയായിരുന്നു. സഞ്ജുവിന്റെ പിതാവ് സാംസണെ KCAയുടെ സ്റ്റേഡിയത്തിൽ നിന്ന് വിലക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്.